കണക്കുകളിൽ കള്ളം പറഞ്ഞാലോ വെള്ളം ചേർത്താലോ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ മുന്നിൽ രക്ഷപ്പെടാനാകില്ലെന്ന് ഒരിക്കൽ കൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു. തെറ്റായ കണക്കുകളാൽ ഏച്ചുകെട്ടിയ വിവരങ്ങളാണ് സർക്കാർ മേനി നടിക്കുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് സതീശൻ വ്യക്തമാക്കിയതോടെ മുഖ്യമന്ത്രിയുടെ പണിപാടി. 3 വർഷം കൊണ്ട് 3 ലക്ഷം സംരംഭങ്ങൾ ആരംഭിച്ചു എന്നത് കള്ളക്കണക്കാണ്. ലോകബാങ്ക് ഇടപെട്ട് നിർത്തലാക്കിയ വ്യവസായ സൗഹൃദ സൂചിക ഉപയോഗിച്ചുകൊണ്ടുള്ള PR വെള്ളപൂശലാണ് നടക്കുന്നതെന്ന് സതീശൻ തുറന്നടിച്ചു. ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തെറ്റായി ഉപയോഗിക്കുന്നു എന്ന് കണ്ടെത്തലിനെ തുടർന്നാണ് ലോകബാങ്ക് ഈ സൂചിക തന്നെ നിർത്തലാക്കിയത്. 3 വർഷം കൊണ്ട് കേരളത്തിൽ 3 ലക്ഷം സംരംഭങ്ങൾ ആരംഭിച്ചു എന്ന റിപ്പോർട്ട് ശരിയാവണമെങ്കിൽ ഓരോ നിയോജക മണ്ഡലത്തിലും കുറഞ്ഞത് 2000 സംരംഭങ്ങൾ വരണം. ഇത്രയും സംരംഭങ്ങളിലൂടെ സംസ്ഥാനത്തിലേക്ക് വന്ന നിക്ഷേപം എവിടെയാണെന്ന പ്രതിപക്ഷ നേതാവിന്റെ ഒറ്റ ചോദ്യത്തിൽ സർക്കാരിനും മുഖ്യമന്ത്രിക്കും ഉത്തരം മുട്ടി. 3 ലക്ഷം സംരംഭങ്ങൾ കേരളത്തിൽ തുടങ്ങിയെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 10 ലക്ഷം രൂപ വീതം ഒന്നിൽ മുടക്കിയാൽ തന്നെ 30,000 കോടി രൂപയുടെ വളർച്ച കേരളത്തിൽ ഉണ്ടാകണം. ഇത് കേരളത്തിന്റെ GDP-യിലേക്കുള്ള സംസ്ഥാന വിഹിതത്തിലും വർധനവ് ഉണ്ടാക്കും. എന്നാൽ സംസ്ഥാന വിഹിതം 2022 മാറ്റമില്ലാതെ തുടരുകയാണെന്ന് കണക്കുകൾ വ്യക്തമാക്കിക്കൊണ്ട് സതീശൻ പറയുന്നു. രാജ്യത്തിന്റെ GDP-യിലേക്ക് കേരളത്തിന്റെ സംഭാവന വളരെ കുറവാണ്. 40 ലക്ഷത്തിന് മുകളിൽ വിറ്റുവരവുള്ള സ്ഥാപനങ്ങൾക്ക് GST രജിസ്ട്രേഷൻ നിർബന്ധമാണ്. കേന്ദ്ര സർക്കാരിന്റെ വെബ്സൈറ്റ് പ്രകാരം കേരളത്തിൽ ഈ കാലയളവിൽ 30,000 രജിസ്ട്രേഷൻ മാത്രമാണ് കേരളത്തിൽ ഇത്രമാത്രം കണക്കും ലഭ്യമല്ലെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയിരിക്കുന്നു. അവർക്ക് തൊഴിൽ സാധ്യതകൾ ഉണ്ടാക്കി കേരളത്തിന്റെ സാമ്പത്തിക വികസനം സാധ്യമാക്കുന്നത്, സാമൂഹ്യ വികസനം സാധ്യമാക്കുന്ന ഒരു വ്യാവസായിക വളർച്ച സംസ്ഥാനത്തുണ്ടാകണം. അനുമതി നൽകിയിരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ഈ 3 ലക്ഷത്തിന്റെ കണക്ക് വന്നിരിക്കുന്നത്? കേരളം കോവിഡിനെ പിടിച്ചുകെട്ടിയെന്ന ലേഖനം പോലെ വെച്ചാണ് ഇതെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്. പിന്നീട് കോവിഡ് കാലത്ത് നമ്മളൊരു കാര്യം കേരളം കോവിഡിനെ പിടിച്ചുകെട്ടി പുറത്തു വന്നതും BBC ലേഖനം അതിന്റെ ഉപകരണങ്ങൾക്കും 3 ഇരട്ടി വിലയിൽ ഏജൻസികളെ വെച്ചുകൊണ്ടാണ് BBC ലേഖനം വരെ വന്നത്. ഇടത് നേതാക്കൾ പിന്നീട് യാഥാർത്ഥ്യം പുറത്തു വന്നു. കേരളം കോവിഡ് കാലത്തുണ്ടായ യഥാർത്ഥ മരണങ്ങൾ ഒളിപ്പിച്ചു വെക്കുകയാണ്. നമുക്ക് കേട്ടു നോക്കാം. റെഡിയല്ലേ? കേരളം വ്യാവസായിക സൗഹൃദ അന്തരീക്ഷം പൂർണ്ണമായുമുള്ള ഒരു സംസ്ഥാനമായി മാറണം എന്ന് നമ്മുടെ എല്ലാവരുടെയും സ്വപ്നമാണ്. കേരളത്തിലെ പ്രതിപക്ഷം കേരള സംസ്ഥാനം വ്യവസായ സൗഹൃദമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പിന്തുണയും നൽകും. രാഷ്ട്രീയത്തിനപ്പുറമുള്ള പൂർണ്ണമായ പിന്തുണ അതിന് വേണ്ടി നൽകും. കാരണം കേരളത്തിൽ ഇത്രമാത്രം ബ്രെയിൻ ഡ്രെയിൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ നിന്നുള്ള കുട്ടികൾ പുറത്തേക്ക് പോവുകയാണ്. അവർക്ക് തൊഴിൽ സാധ്യതകൾ ഉണ്ടാക്കി കേരളത്തിൻ്റെ സാമ്പത്തിക വികസനം സാധ്യമാക്കുന്ന, സാമൂഹ്യ വികസനം സാധ്യമാക്കുന്ന ഒരു വ്യാവസായിക വളർച്ച സംസ്ഥാനത്തുണ്ടാകണം. പക്ഷെ ഇപ്പോഴുള്ള പ്രശ്നം എന്താണ്? ഇപ്പോൾ
തെറ്റായ കണക്കുകൾ കൊണ്ട് ഏച്ച് കെട്ടിയ കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പോൾ കോവിഡ് കാലത്ത് നമ്മളൊരു കാര്യം കണ്ടു, കൊച്ചു കേരളം കോവിഡിനെ പിടിച്ചു കെട്ടി എന്ന BBC ലേഖനം നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. PR ഏജൻസികളെ വെച്ചുകൊണ്ടാണ് അന്ന് ആ BBC ലേഖനം വരെ വന്നത്. പിന്നീട് യാഥാർത്ഥ്യം പുറത്തു വന്നു. കേരളം കോവിഡ് കാലത്തുണ്ടായ യഥാർത്ഥ മരണങ്ങൾ ഒളിപ്പിച്ചു വയ്ക്കുകയാണ്. 28,000 മരണങ്ങളാണ് ഔദ്യോഗികമായ കണക്ക് പുറത്തുവിടാതെ കേരളം വെച്ചത്. ഇന്നിപ്പോൾ നിങ്ങൾക്കറിയാം, രേഖകൾ പരിശോധിച്ചാൽ അറിയാം, കേരളം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ച 2ാമത്തെ സംസ്ഥാനമാണ്. ഏറ്റവും കൂടുതൽ കോവിഡ് രോഗം ബാധിച്ച 2ാമത്തെ സംസ്ഥാനമാണ്. 1ാമത്തെ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രയിൽ കേരളത്തിൻ്റെ 3 ഇരട്ടി പോപ്പുലേഷൻ ഉള്ള സ്ഥലമാണ്. പിന്നെ BBC തന്നെ അത് കറക്റ്റ് ചെയ്തു പിന്നീട് ആ ഒരു ആദ്യം എഴുതിയ കാര്യം. അതുപോലെ തന്നെയാണ് ഇപ്പോൾ അതിന് സമാനമാണ് ഈ വ്യാവസായിക വളർച്ച സംബന്ധിച്ച പുതിയ അവകാശവാദങ്ങൾ. ഒന്ന് പറയുന്നത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് സംബന്ധിച്ച കാര്യത്തിൽ കേരളം 1ാമതെത്തിയെന്നാണ് സർക്കാരിൻ്റെ ആദ്യ അവകാശവാദം. ഇതിൻ്റെ അകത്ത് യഥാർത്ഥത്തിൽ 2021 തന്നെ ഈസ് ഓഫ് ഡൂയിങ് സൂചിക വേൾഡ് ബാങ്ക് നിർത്തലാക്കി. വ്യാപകമായ ക്രമക്കേടുകൾ കണ്ടതിനെ തുടർന്നാണ് അന്താരാഷ്ട്ര അടിസ്ഥാനത്തിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നുള്ള സൂചിക ലോക ബാങ്ക് നിർത്തലാക്കിയത്. 2021 മുതൽ ആ സൂചികയില്ല. കാരണം ഒരുപാട് പേര് ഇത് മാനിപ്പുലേറ്റ് ചെയ്തെന്നാണ് പറയുന്നത്. ചൈനയ്ക്ക് അനുകൂലമായിട്ട് റാങ്കിങ് നൽകാൻ ഡാറ്റ മാനിപ്പുലേറ്റ് ചെയ്തു തുടങ്ങിയ ആരോപണങ്ങൾ, ഒരുപാട് സംരംഭങ്ങൾ, ഒരുപാട് സ്റ്റേറ്റുകൾ ഇതിൻ്റെ ഡീറ്റെയിൽസ്, ഇതിൻ്റെ ഡാറ്റ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറയുന്നത് ആ ഡാറ്റ മുഴുവൻ ഇറഗുലാരിറ്റീസ് ഉള്ളതുകൊണ്ടാണ് വേൾഡ് ബാങ്ക് ആ സൂചിക, ആ ഇൻഡിക്കേറ്റർ തന്നെ നിർത്തലാക്കി. രണ്ടാമത് ഗവൺമെൻറ് പറയുന്നത് 3 ലക്ഷം വ്യവസായ സംരംഭങ്ങൾ കേരളത്തിൽ തുടങ്ങി എന്നുള്ളതാണ്. ഇത് അപ്പോൾ കേരളത്തിൽ ഒരു നിയോജക മണ്ഡലത്തിൽ ഒരു 2000 പുതിയ സംരംഭങ്ങൾ വെച്ച് വരണം. 3 ലക്ഷം സംരംഭങ്ങൾ സംസ്ഥാനത്ത് വന്നിട്ടുണ്ടെങ്കിൽ, ഇനി ഞാൻ പറയുന്നത് ഏറ്റവും ചെറുതായി 3 ലക്ഷം വ്യവസായ സംരംഭങ്ങൾ കേരളത്തിൽ തുടങ്ങിയെങ്കിൽ 1 ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മിനിമം കൂട്ട്. 1 ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മിനിമം കൂട്ട്. അങ്ങനെയാണെങ്കിൽ തന്നെ 30,000 കോടി രൂപയുടെ വളർച്ച കേരളത്തിൽ ഉണ്ടാവും. നമ്മുടെ സ്റ്റേറ്റിൻ്റെ രാജ്യത്തെ GDPയുടെ എക്കോണമിയിലേക്കുള്ള നമ്മുടെ കോൺട്രിബ്യൂഷൻ, നമ്മുടെ സംഭാവന എന്ന് പറയുന്നത്, നമ്മുടെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 3.8%. 2022 2023 ഒക്കെയാണ്. അതിപ്പോൾ സാമ്പത്തിക ഉപദേശക സമിതിയുടെ റിപ്പോർട്ട് റിലേറ്റീവ് ഇക്കണോമിക് പെർഫോമൻസ് ഇന്ത്യൻ സ്റ്റേറ്റ് വന്നിട്ടുണ്ട്. അതിൽ ഒരു വ്യത്യാസവും വന്നിട്ടില്ല. അപ്പോൾ ഈ 3 ലക്ഷം സംരംഭങ്ങൾ വന്നിരുന്നു. മിനിമം 1 ലക്ഷം രൂപ ഒരു സംരംഭത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായിരുന്നുവെങ്കിൽ രാജ്യത്തിൻ്റെ GDPയിലേക്കുള്ള രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിലേക്കുള്ള കേരളത്തിൻ്റെ സംഭാവന ഗണ്യമായി വർദ്ധിച്ചാണ്. ഇത് 3.8 ആണ്. സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ GDPയിലേക്കുള്ള കോൺട്രിബ്യൂഷൻ ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം കേരളമാണ്. ഏറ്റവും സ്റ്റാഗ്നൻ്റായി നിൽക്കുകയാണ്. 3.8 എന്ന് പറയുന്ന അതേ ഇതിൽ നിൽക്കുകയാണ് സംസ്ഥാനത്തുടനീളം. അതുപോലെ തന്നെ നിൽക്കുകയാണ്, ഒരു വ്യത്യാസമില്ല. അപ്പോൾ ഈ സംരംഭങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നതിന് സ്ഥിതി? ഇനി 40 ലക്ഷത്തിന് മുകളിൽ വിറ്റുവരവുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും GST രജിസ്ട്രേഷൻ വേണം. അതുമാത്രമല്ല, ഒരു എക്യുപ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു നമ്മുടെ ഓപ്പറേഷന് വേണ്ടിയിട്ട്, പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും മെഷീനറി ഇത് കൊണ്ടുവന്നാൽ അതിൻ്റെ ഇൻപുട്ട് ടാക്സ് കിട്ടാൻ വേണ്ടിയിട്ടും GST രജിസ്ട്രേഷൻ നടത്തും. 3 ലക്ഷം സംരംഭങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഇനി 3 ലക്ഷം സംരംഭങ്ങളിൽ ഒരു 50% ഈ GST രജിസ്ട്രേഷൻ്റെ പരിധിക്ക് താഴെ എടുത്ത് കൂട്ടും. എന്നാലും കേരളത്തിൽ ഒരു 1.5 ലക്ഷം പുതിയ GST രജിസ്ട്രേഷൻ വേണമല്ലോ. കേരളത്തിൽ കഴിഞ്ഞ സമീപകാലത്ത് ഉണ്ടായിരിക്കുന്ന GST രജിസ്ട്രേഷൻ എത്രയെന്നറിയാമോ? 30,000. അതെന്തുകൊണ്ടാണ്? അതിൽ പകുതിയും വന്നിരിക്കുന്നത് എങ്ങനെയാണ് വന്നിരിക്കുന്നത്? 40 ലക്ഷം എന്ന് പറയുന്ന GST രജിസ്ട്രേഷന് വേണ്ട അതിൻ്റെ അളവ് കവിഞ്ഞു വന്ന ബിസിനസ്സുകളുണ്ട്. അത് വന്ന ചിലപ്പോൾ ബിസിനസ്സിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. പിന്നെ എടുക്കാതെ വെച്ച ആളുകളുണ്ടാവും. 50 ലക്ഷമായിട്ടും 60 ലക്ഷമായിട്ടും GST രജിസ്ട്രേഷൻ എടുക്കാത്ത ആളുകൾ എടുക്കാൻ നിർബന്ധിതരായി കാണും. അപ്പോൾ ഒരു 15,000 പോലും പുതിയ സംരംഭങ്ങളുടെ GST രജിസ്ട്രേഷൻ ഈ സംസ്ഥാനത്ത് ഉണ്ടായിട്ടില്ല. അപ്പോൾ രാജ്യത്തെ GDPയിലേക്കുള്ള സംഭാവന വർദ്ധിച്ചിട്ടില്ല. 2 GST രജിസ്ട്രേഷൻ വർദ്ധിച്ചിട്ടില്ല. ഇനി
സർക്കാരിൻ്റെ ഏകജാലക സംവിധാനമായ സ്വിഫ്റ്റ് പറയുന്നത് 1/1/2022 മുതൽ 1/2/2025 വരെ 64,528 ഈ MSMEകൾക്കാണ് അനുമതി നൽകിയിരിക്കുന്നത്. അതായത് മീഡിയം, ചെറുകിട, ഇടത്തരം സംരംഭങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത് എത്രയാണ്? 64,528. സ്വിഫ്റ്റിൻ്റെ കണക്കാണ്, ഏകജാലക സംവിധാനമായ സ്വിഫ്റ്റിൻ്റെ കണക്ക് അത്രയേ ഉള്ളൂ. ഇനി അത് തന്നെ എങ്ങനെ വന്നു? അത് തന്നെ എങ്ങനെ വന്നത്? 2021 ഒരു മാറ്റം വരുത്തി കേന്ദ്ര ഗവൺമെൻറ്. എന്താ മാറ്റം വരുത്തിയത്? MSMEയുടെ നിർവചനത്തിൽ കേന്ദ്ര സർക്കാർ മാറ്റം വരുത്തി. കോവിഡിനെ തുടർന്ന് കേന്ദ്ര സർക്കാർ ചില്ലറ മൊത്ത വ്യാപാരങ്ങളെ കൂടി MSME എന്നുള്ള നിർവചനത്തിൽപ്പെടുത്തി. നിങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? 2021 വരെ ചെറുകിട ഇടത്തരം വ്യവസായ സംരംഭങ്ങളായിരുന്നു. 2021 MSMEയുടെ നിർവചനം മാറ്റി. എന്നിട്ട് പറയുന്നു ചില്ലറ മൊത്ത വ്യാപാരങ്ങൾ കൂടി MSMEയിൽ വരുമെന്നാണ്. ഇനി സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക അവലോകന റിപ്പോർട്ടിൽ 2021-22 വരെ റിപ്പോർട്ട് ചെയ്യാതിരുന്ന വ്യാപാര പ്രവർത്തനങ്ങൾ 2022-23 മുതൽ MSMEകളായി റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ചില്ലറ മൊത്ത വ്യാപാരം കൂടി MSMEയിൽ വന്നപ്പോഴാണ് ഈ 64,000 പോലും സംസ്ഥാനത്ത് ഉണ്ടായത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ കാലാകാലങ്ങളായി പ്രവർത്തിക്കുന്ന ചെറുകിട സ്ഥാപനങ്ങൾ പോലും ഈ നിർവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വർഷങ്ങളായി 20, 30, 40, 50 വർഷം പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ പോലും പുതിയതായി ഈ നിർവചനം മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ MSME ആയി മാറി. അങ്ങനെയാണ് ഈ 64,000 തന്നെ വന്നത്. അപ്പോഴും 3 ലക്ഷം ഒന്നും ആരും പറയുന്നില്ല. ഇനി സംസ്ഥാനത്തിൻ്റെ ഇത് പറയാം, സ്റ്റാർട്ടപ്പ്. അതാണല്ലോ ഒരു പ്രധാനപ്പെട്ട വിഷയം. സ്റ്റാർട്ടപ്പിൻ്റെ കാര്യം പറയാം. നമ്മുടെ എന്താ പറയുന്നത്, ഇക്കോസിസ്റ്റം അല്ലേ? സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ 2021 മുതൽ താരതമ്യം ചെയ്യുമ്പോൾ 254% വളർച്ച, വാർഷിക വളർച്ച രേഖപ്പെടുത്തി എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ കണക്ക് ഈ എക്കോസിസ്റ്റത്തിൽ. ഇപ്പോൾ യഥാർത്ഥത്തിൽ വളരെ വിചിത്രമായൊരു താരതമ്യമാണിത്. രണ്ടാം LDF സർക്കാരിൻ്റെ 3 വർഷ കാലയളവിൽ ഉണ്ടായിരുന്ന വളർച്ച ഒന്നാം സർക്കാരിൻ്റെ അവസാന 3 വർഷ കാലയളവിൽ ഉണ്ടായിരുന്നതിനേക്കാൾ 254% വർധന. കറക്റ്റാണ്. എന്താ കാര്യം? 2019-21 ആയിട്ടാണ് താരതമ്യപ്പെടുത്തിയിരിക്കുന്നത്. 2019-21 വല്ലതും തുടങ്ങിയിട്ടുണ്ടോ? കോവിഡ് കാലമല്ലേ, മഹാമാരിയുടെ കാലമാണ്. മഹാമാരി കഴിഞ്ഞു വന്ന പിന്നത്തെ 3 വർഷം 254% ഗ്രോത്ത് ഉണ്ടായി എന്നാണ് പറയുന്നത് കേരളത്തിൽ. ഇനി ഇക്കോസിസ്റ്റം വാല്യൂ എത്രയാണെന്ന് പറയട്ടെ. ഇന്ത്യയിൽ ഇതേ സമയത്ത് ഉണ്ടായിരിക്കുന്നതിൻ്റെ വ്യത്യാസം. കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത് $1.7 ബില്യൺ എന്ന് വെച്ചാൽ $170 കോടി അല്ലേ? $170 കോടി ഇത് ഈ 3 കൊല്ലക്കാലത്തിനകം ഉണ്ടായി. നല്ല വളർച്ച, $170 കോടി. അതേ സമയത്ത് കർണാടകത്തിലുണ്ടായത് എത്രയാണെന്നറിയാമോ? കർണാടകത്തിലുണ്ടായത് 1590 കോടി. കേരളത്തിൽ $170 കോടി അമേരിക്കൻ ഡോളറിൻ്റെ വളർച്ച സ്റ്റാർട്ടപ്പിൽ ഉണ്ടായപ്പോൾ, ഈ 3 വർഷം ഉണ്ടായപ്പോൾ കർണാടകത്തിലുണ്ടായത് അതിൻ്റെ ഏകദേശം 10 ഇരട്ടിയാണ്, 9 ഇരട്ടി, 1590 കോടി. ഡൽഹിയിലുണ്ടായത് എത്രയെന്നറിയാമോ? 1130 കോടി. മഹാരാഷ്ട്രയിലുണ്ടായത് 720 കോടി. തെലങ്കാനയിലുണ്ടായത് 83 കോടി. 830 കോടി തെലങ്കാന. കേരളം 170, തെലങ്കാന 830, മുംബൈ 720, 1130, ഡൽഹി 1590. ഇതാണ് എക്കോസിസ്റ്റം, സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം. അപ്പോൾ യാഥാർത്ഥ്യമായിട്ട് ഇതിന് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇനി സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ 2021-22 26 പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടമായിരുന്നു. 24 എത്രയാണെന്നറിയാം? പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നഷ്ടം 33. 26 നിന്ന് 33 സ്ഥാപനങ്ങൾ നഷ്ടമായി. ഇനി ഐ ടിയുടെ കണക്ക് വളർച്ച 2012-13
285 കമ്പനി ഉണ്ടായിരുന്നത് 2015-16 UDF കാലത്ത് 390 ഉയർന്നു. 105 കമ്പനികൾ കൂടി, അതായത് 37% വർധനവുണ്ടായി. ഇപ്പോഴത്തെ വളർച്ച എത്ര എന്നറിയാമോ? 2019-20 450 കമ്പനി ഉണ്ടായിരുന്നു, അതിപ്പോൾ 490 ഉയർന്നു. 5 വർഷം 8%. UDFന്റെ കാലത്ത് IT കമ്പനികളിൽ ഉണ്ടായ വളർച്ച 37%, ഇപ്പോഴത്തെ 5 വർഷം ഉണ്ടായ വളർച്ച 8%. ഇനി IT എക്സ്പോർട്ട് വരുമാനത്തിൽ വർധനവുണ്ടായിട്ടുണ്ട്, ഞാനത് സമ്മതിക്കണം. IT എക്സ്പോർട്ടിൻ്റെ വരുമാനത്തിൽ ഇപ്പോൾ വർധനവുണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? ഡോളർ റുപ്പി എക്സ്ചേഞ്ചിൽ റുപ്പിയുടെ വില ഇടിഞ്ഞു, ഡോളറിൻ്റെ വില കൂടി. അത് കണക്കാക്കുമ്പോൾ വൻ വർധനവുണ്ടായിട്ടുണ്ട്. ഇതാണ് യാഥാർത്ഥ്യം. ഇനി സംസ്ഥാനത്തിൻ്റെ പരമ്പരാഗത വ്യവസായങ്ങൾ കടുത്ത പ്രതിസന്ധിയാണ്. കയർ, കൈത്തറി, ഖാദി, കശുവണ്ടി, മൺപാത്ര വ്യവസായം എല്ലാം ഇതുവരെ കാണാത്ത സമാനങ്ങളില്ലാത്ത പ്രതിസന്ധിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ വ്യവസായ വളർച്ച ഉണ്ടായി എന്നുള്ള നറേറ്റീവ് ഉണ്ടാക്കി അതിനെ ഊതി വീർപ്പിക്കുമ്പോൾ ഇതായിരുന്നു യാഥാർത്ഥ്യം എന്നുള്ള തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാകണം എന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. അല്ല, ഞാൻ ശശി തരൂരിനുള്ള മറുപടി അല്ല പറഞ്ഞത്, അത് ഞാൻ 2 ദിവസം മുമ്പേ പറഞ്ഞത്. ഞാനിത് കേരളത്തിലെ മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞതിനുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത്. അല്ലല്ല, അദ്ദേഹം പറഞ്ഞല്ലോ എനിക്ക് കണക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കറക്റ്റ് ചെയ്തോളാം. അദ്ദേഹം ഇതിനു മുമ്പ് കേരയിൽ ഞങ്ങൾ സമരം ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു കേരയിൽ അനുകൂലമായി സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. അപ്പോൾ ഞാൻ അതിൻ്റെ ഡാറ്റ അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു നേരി കാണണമെന്ന് പറഞ്ഞു. ഞാൻ ഡൽഹിയിൽ പോയ സമയത്ത് അദ്ദേഹത്തിൻ്റെ വസതിയിൽ പോയി കണ്ട് അദ്ദേഹത്തിനെ ബ്രീഫ് ചെയ്തു കംപ്ലീറ്റ്. അപ്പോൾ അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു, LOP കൺവിൻസ്ഡ് മീ ദാറ്റ് ദിസ് ഈസ് നോട്ട് എ പ്രാക്ടിക്കൽ തിങ്. ഏത് കേരളിനെ കുറിച്ച് അദ്ദേഹം കറക്റ്റ് ചെയ്തു. അത് ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ കറക്റ്റ് ചെയ്യാൻ. അത് അദ്ദേഹത്തിനുള്ള മറുപടിയല്ല. അദ്ദേഹത്തിന് ഞാൻ തീർച്ചയായിട്ടും ഞങ്ങൾ ബ്രീഫ് ചെയ്ത് കൊടുക്കും. അദ്ദേഹത്തിനുണ്ടെങ്കിൽ ഞാൻ മുഖ്യമന്ത്രിക്കാണ് മറുപടി പറഞ്ഞത്, മുഖ്യമന്ത്രിക്കുള്ള മറുപടിയാണ്. എക്കോ സിസ്റ്റത്തെക്കുറിച്ചൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞു പ്രതിപക്ഷം ജനങ്ങളുടെ പ്രതിപക്ഷമല്ല, അങ്ങനത്തെ പ്രതിപക്ഷമാണ്, നെഗറ്റീവാണെന്ന് പറഞ്ഞു. എന്തിനാ വെറുതെ ഊതി വീർപ്പിക്കുന്നത്? 3 ലക്ഷം സംരംഭങ്ങൾ കേരളത്തിൽ തുടങ്ങിയെന്ന് ഗവൺമെൻറ് ആരെ കളിപ്പിക്കാറിങ്ങുക? ഞങ്ങളിത് മറുപടി പറഞ്ഞില്ലെങ്കിലോ? ഞങ്ങളിത് മറുപടി പറഞ്ഞില്ലെങ്കിൽ ഈ പാവപ്പെട്ട ആളുകൾ മുഴുവൻ വിശ്വസിക്കും കോവിഡ് കാലത്ത് ജനങ്ങളെ കബളിപ്പിച്ച പോലെ. കോവിഡ് കാലത്ത് ജനങ്ങളെ കബളിപ്പിച്ചല്ലോ. ആദ്യം പറഞ്ഞു ഇന്ത്യയിൽ ഏറ്റവും നന്നായിട്ട് ഇത് കൈകാര്യം ചെയ്യുന്ന സ്റ്റേറ്റ് കേരളമാണെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു ലോകത്ത് ഏറ്റവും ഭയങ്കരമായിട്ട് കൈകാര്യം ചെയ്യുന്ന സംസ്ഥാനം കേരളമാണെന്ന് പറഞ്ഞു. അവസാനം എന്താണ് വന്നത്? അവസാനം വന്നപ്പോൾ മരണനിരക്ക് കൂടുതൽ, രോഗികളുടെ എണ്ണം കൂടുതൽ, പിന്നെ അന്ന് നടന്ന കൊള്ള വേറെ, കോവിഡ് കാലത്തെ കൊള്ള വേറെ, അതിൻ്റെ പേരിൽ നടന്ന കൊള്ള വേറെ, ഇതെല്ലാം പുറത്ത് വന്നത്. അപ്പോൾ ഇപ്പോൾ അപ്പം തന്നെ മറുപടി കൊടുക്കും, അപ്പം തന്നെ മറുപടി കൊടുക്കും. ഇതിപ്പോൾ ചർച്ചയാണ് കേരളത്തിൻ്റെ വ്യാവസായിക വളർച്ച. ഗവൺമെൻറ് ഇങ്ങനെ പറയുന്ന ഈ ക്ലെയിം അടിസ്ഥാനപരമായി ഒരു കാരണവശാലും നിലനിൽക്കുന്നതല്ല. ഇത് ഡാറ്റ വെച്ചിട്ട് തന്നെയാണ്. ഇത് എല്ലാ ഡാറ്റയും നിങ്ങൾക്ക് തരാം, എല്ലാ ഡാറ്റയും നാഷണൽ ഡാറ്റയാണ്, എല്ലാ ഡാറ്റയും നിങ്ങൾക്ക് തരാം. അതല്ല, അത് അദ്ദേഹം പറഞ്ഞല്ലോ. എനിക്ക് അങ്ങനെ എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ കറക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞല്ലോ നമ്മളിത് ഗവൺമെൻറ് അതുമേ തൂങ്ങുകയാണ്. അപ്പോൾ സർക്കാരിനുള്ള മറുപടിയാണ്, സർക്കാർ പറഞ്ഞതിനുള്ള മറുപടിയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കാര്യം ഞാൻ മറുപടി പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ ഇതൊരു VD സതീശൻ ശശി തരൂർ വിവാദമാക്കി എടുക്കാൻ നോക്കിയാൽ നടക്കില്ല. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് ഇപ്പോൾ ഒരു വിഷയമാണ്, സംസ്ഥാനത്തൊരു വിഷയം. ഏത് സാഹചര്യത്തിലാണെങ്കിലും ഈ വിഷയം ചർച്ച ചെയ്യാൻ വന്നു. മുഖ്യമന്ത്രി പ്രതിപക്ഷത്തെക്കുറിച്ച് വളരെ മോശമായിട്ടുള്ളൊരു കമൻറ്റ് ഇന്നലെ പറഞ്ഞു. ഞാൻ ഇന്നലെ നിങ്ങളോട് ആരോടും കമൻറ്റ് ചെയ്തില്ലല്ലോ രാവിലെ, എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞു. ഇന്നലെ മുഖ്യമന്ത്രി അതിനുശേഷം പ്രതിപക്ഷത്തെക്കുറിച്ച് ഒരു വികസന വിരോധികളായി, പണ്ട് ഇവർ ഏർപ്പാടാണ്, ഇവരായിരുന്നു പണ്ട് ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ എന്ന് എന്നെ കൊണ്ട് പറയിക്കരുത്. ഇപ്പോൾ സ്വകാര്യ യൂണിവേഴ്സിറ്റി വരുന്നു. 10 കൊല്ലം മുണ്ട് സ്വകാര്യ യൂണിവേഴ്സിറ്റി കൊണ്ടുവരാൻ ശ്രമിച്ച ആരുടെ കരണത്തടിച്ച് നിലത്തിട്ട ആളുകളാണ്. ഈ വിഴിഞ്ഞം പോർട്ട് ഇപ്പോൾ അവകാശവാദമായിട്ട് പറയുകയാണ്. വിഴിഞ്ഞം പോർട്ട് ഉമ്മൻചാണ്ടി കൊണ്ടുവന്നപ്പോൾ 6000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് ആണ് എന്ന് പറഞ്ഞ പാർട്ടി സെക്രട്ടറിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ആയിരുന്നിട്ട് ഇപ്പോൾ വിഴിഞ്ഞം പോർട്ടിൻ്റെ നേട്ടത്തിൽ ഞെളിഞ്ഞിരിക്കുന്നത്. മനസ്സിലായില്ലേ? കൊച്ചി മെട്രോ വന്നപ്പോൾ സമരം ചെയ്ത ആളല്ലേ ഈ വ്യവസായ മന്ത്രി, പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരുന്നുകൊണ്ട് സമരം ചെയ്തില്ലേ? ഇവിടെ നമ്മൾ ഗ്യാസ് പൈപ്പ് ലൈൻ വന്നപ്പോൾ പറഞ്ഞത് ഭൂമിക്കടിയിൽ കുഴിച്ചിട്ട ബോംബാണ് എന്ന് പറഞ്ഞൊരു മന്ത്രി ഈ സംസ്ഥാനത്തെ മന്ത്രിസഭയിലുണ്ടല്ലോ. എന്നിട്ട് ഇപ്പോൾ ഗ്യാസ് പൈപ്പ് ലൈൻ ഞങ്ങൾ കൊണ്ടുവന്നു. അന്ന് സമരം ഇരുന്ന് നമ്മളുള്ള സമയത്ത് എക്സ്പ്രസ് ഹൈവേ, ഇപ്പോൾ ഹൈവേയുടെ അഭിമാനം പറയുക, എക്സ്പ്രസ് ഹൈവേ ഞങ്ങൾ കൊണ്ടുവന്നപ്പോൾ എന്താ പറഞ്ഞത്? അത് കേരളത്തെ 2ആയി കീറി മുറിക്കും, 2ആക്കും, കേരളത്തെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. +2 കൊണ്ടുവന്നപ്പോൾ എന്താ പറഞ്ഞത്?
പെരിയാരം മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നപ്പോൾ എന്താ പറഞ്ഞത്? സ്മാർട്ട് സിറ്റി കൊണ്ടുവന്നപ്പോൾ എന്താ പറഞ്ഞത്? നീ ഏറ്റവും അവസാനം ആ സീപ്ലെയിൻ കൊണ്ടുവന്നപ്പോൾ എന്താ പറഞ്ഞത്? 10 കേസാണ് ഞാൻ പറഞ്ഞത്. 10 കാര്യം ഞങ്ങൾ കൊണ്ടുവന്ന 10 വികസനം, അതിൽ കുറേ എണ്ണം ഇപ്പോൾ യാഥാർത്ഥ്യമായി. ഇപ്പം അതിൻ്റെ മേഞ്ഞു നടിക്കുകയാണ്. അതല്ല ഞങ്ങൾ കൊണ്ടുവന്നത്. അപ്പോൾ വിഴിഞ്ഞം പോർട്ടിനൊക്കെ പറ്റി പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ മുഖ്യമന്ത്രി അഭിമാനിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഷിപ്പ് വന്ന കാര്യമൊക്കെ 6000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റും മത്സ്യസമ്പത്തും മുഴുവൻ നശിക്കും. ദേശാഭിമാനിയുടെ അന്നത്തെ ഫ്രണ്ട് പേജ് ഒന്ന് എൻ്റെ അനിയനെടുത്ത് നോക്ക്. ഫ്രണ്ട് പേജ് മത്സ്യത്തൊഴിലാളികൾ മുഴുവൻ ജീവിതം നഷ്ടപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ട് അതിന് ഫ്രണ്ട് പേജ് ഈ വിഴിഞ്ഞം പോർട്ട് പ്രഖ്യാപിക്കുമ്പോൾ കേരളത്തിൻ്റെ മത്സ്യസമ്പത്ത് മുഴുവൻ തകർന്നു പോകുന്നതാണ് ലീഡ്. 6000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ്. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഓരോ കേസ് എടുത്ത് നോക്ക്, എല്ലാ കേസും എടുത്ത് നോക്ക്. 10 കേസുകളാണ് ഞാൻ പറഞ്ഞത്. ഈ 10 കേസുകൾ UDF ഈ കേരളത്തിൻ്റെ മാറ്റത്തിന് വേണ്ടി, സാമൂഹ്യ സാമ്പത്തിക മാറ്റത്തിന് വേണ്ടി കൊണ്ടുവന്നപ്പോൾ നെഗറ്റീവ് സ്റ്റാൻഡാണ്. ഞങ്ങൾ എടുക്കില്ല. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നുള്ള സൂചിക ഇപ്പം ഇല്ല. ഇല്ലെന്ന്, സൂചിക ഇല്ലെന്ന് നിങ്ങൾ നോക്കിക്കോ. ആ ഇൻഡിക്കേറ്റർ ഇപ്പം ഇല്ല. ആ ഇൻഡിക്കേറ്റർ നിർത്തി. അതൊന്നും അല്ല, അത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് അതിൻ്റെ അകത്ത് ഒരു ഇത് മാത്രമാണ്, ഒരു ഘടകം മാത്രമാണ്. അതിൽ കേരളം 4ാം സ്ഥാനത്താണ്. അല്ല തമ്മിത്തല്ലല്ല. ഞാൻ എൻ്റെ വാചകൻ്റെ ആദ്യത്തെ കേരളത്തിൽ വ്യാവസായിക വളർച്ച ഉണ്ടാകണം, കേരളത്തിൽ വ്യവസായങ്ങൾക്ക് സൗഹൃദ അന്തരീക്ഷം ഉണ്ടാകണം. ഞങ്ങളുടെ പൂർണ്ണമായ പിന്തുണയാണ്. ഞാൻ പറയുന്നില്ല, ട്രേഡ് യൂണിയൻ സെക്ടറിൽ പണ്ട് ട്രേഡ് യൂണിയൻ സെക്ടർ CIT ആണല്ലോ നശിപ്പിച്ചത്. മനസ്സിലായില്ലേ? ഇത് മുഴുവൻ സമരം ചെയ്ത ആളുകളെ തല്ലി ഒഴിച്ചത് ഞാൻ ന്യൂ ജനറേഷൻ ട്രേഡ് യൂണിയനിസ്റ്റാണ്. കേരളത്തിൽ ഒരു സ്ഥലത്തും ഏറ്റവും കൂടുതൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും സ്വകാര്യ വ്യവസായ സ്ഥാപനങ്ങളിലും ട്രേഡ് യൂണിയൻ ലീഡർഷിപ്പിലിരിക്കുന്ന ഒരാളാണ്. ഒരിടത്തും ഞങ്ങൾ സമരം ചെയ്തിട്ടില്ല. ഒരിടത്തും CPM ഒരിടത്തും ഞങ്ങൾ സമരം ചെയ്യാറില്ല. സമരം ചെയ്തെന്ന് പറയും കമ്പനികൾ നിലനിൽക്കണം എന്നുള്ള പുതിയ നിലപാടെടുത്തിരിക്കുന്ന പ്രതിപക്ഷമാണ്. ഒരു സ്ഥലത്തും ഞങ്ങൾ എല്ലാ സ്ഥലത്തും വ്യവസായ സൗഹൃദം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പൂർണ്ണമായ പിന്തുണയാണ്. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കേരളത്തിൽ ട്രേഡ് യൂണിയൻ മിലിറ്റൻസി ഉണ്ടെന്നുള്ളൊരു മെസ്സേജ് കേരളത്തിന് പുറത്തേക്ക് ഉണ്ട്. അത് പോകരുത്, മാറി എന്നുള്ളതാണ്. ഞാൻ തന്നെ പല പ്രാവശ്യം പ്രസംഗിച്ചിട്ടുണ്ടല്ലോ, കേരളത്തിൽ ഇപ്പോൾ ഒരു ട്രേഡ് യൂണിയൻ മിലിറ്റൻസി ഇല്ല എന്ന് നിരന്തരമായി പറയുകയും പ്രവർത്തിക്കുന്ന ആളുകളാണ്. ഒരു 40% വ്യത്യാസം വരും. ഒരു 40% വ്യത്യാസം വരും. ഒരു 40% ഈ 64,000 സംരംഭങ്ങൾ തുടങ്ങിയെന്നുള്ള സ്വിഫ്റ്റിൻ്റെ ഇതിൽ തന്നെ വരുന്നത് 40% ഉണ്ടായിരുന്നതാണ്. കുറേ നാളായിട്ട് രജിസ്റ്റർ ചെയ്യാത്ത കാരണം ഇതിൻ്റെ അകത്ത് ഉദ്യം എന്ന് പറയുന്ന സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു പോർട്ടുണ്ട്. MSME ആയ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ആനുകൂല്യങ്ങളുണ്ട്, MSME ആയ ബാങ്കിൻ്റെ ആനുകൂല്യങ്ങൾ. ഇപ്പോൾ MSME ആയിട്ട് രജിസ്റ്റർ ചെയ്യാത്ത സ്ഥാപനങ്ങൾ ചെയ്തു തുടങ്ങി. ആണ് അല്ല, അതനുസരിച്ചുള്ള മാറ്റങ്ങൾ ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ സ്റ്റാർട്ടപ്പിനെ കുറിച്ച് പറഞ്ഞത് പൊള്ളയാണെന്ന് ഇപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സ്റ്റാർട്ടപ്പ് 254% ഇൻക്രീസ്. ഏത് കോവിഡ് കാലത്ത് വെച്ചോണ്ടേ? കോവിഡ് കാലത്ത് ആരാ MSME തുടങ്ങിയത്? 2019-21 ആയിട്ട് താരതമ്യം ചെയ്തിട്ട് 21-24 മനസ്സിലാക്കിക്കോളാം നിങ്ങൾ. 21-24 254% വർധനവുണ്ടായിരുന്നു. മനസ്സിലായ കാര്യം? മനസ്സിലായ? അപ്പോൾ വർധനവിൻ്റെ കാര്യം ബാക്കിയുള്ള സംസ്ഥാനത്തിൻ്റെയാണ് ഞാൻ വായിച്ചത്. ഇല്ല, നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കും. ഞാൻ പറയില്ലേ, അദ്ദേഹത്തിനുള്ള മറുപടി ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ മുഖ്യമന്ത്രിക്കുള്ള മറുപടിയാണ്. മുഖ്യമന്ത്രി പറഞ്ഞ എന്തെങ്കിലും കാര്യം ചോദിച്ചാൽ ഞാൻ പറയാം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് ഇതിൻ്റെ ലീഡ് വരില്ല. മനസ്സിലായില്ലേ? നിങ്ങളിവിടെ ഇരിക്കുന്ന മുഴുവൻ എൻ്റെ മാധ്യമ സുഹൃത്തുക്കൾ വിചാരിച്ചാലും നിങ്ങളിൽ ചിലരാഗ്രഹിക്കുന്ന ലീഡിലേക്ക് ഈ പത്രസമ്മേളനം വരില്ല. മനസ്സിലായില്ലേ? ഞാൻ കേരളത്തിലെ മുഖ്യമന്ത്രിക്കാണ്, വ്യവസായ മന്ത്രിക്കാണ് മറുപടി. അല്ല, ഞങ്ങളതിനെ പരിശോധിക്കുകയാണ്. അതെന്താണെന്ന് ഞങ്ങൾ പരിശോധിച്ചു. അല്ല, ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്.
തരൂർ മാത്രമല്ല വിപ്രോ, ഭാരത് ബയോടെക്നിക് തുടങ്ങിയ എല്ലാ കമ്പനികളുടെയും പ്രതിനിധികൾ കേരളത്തിന്റെ വ്യവസായ അന്തരീക്ഷം മാറി, കേരളം വ്യവസായ സൗഹൃദമാണെന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് പ്രതിപക്ഷത്തിന് മാത്രം അംഗീകരിക്കാൻ മടി? ഞങ്ങൾ വ്യവസായ സൗഹൃദം അല്ലാന്ന് ഞാൻ പറഞ്ഞോ? ഇത്ര നേരം പറഞ്ഞിട്ട് നിങ്ങളുടെ ലീഡ് അതാണ്, വ്യവസായ സൗഹൃദമല്ല പ്രതിപക്ഷ നേതാവ് എന്നാണ് ലീഡ് കൊടുക്കാൻ പോകുന്നത്. ഞാൻ അങ്ങനത്തെ ഒരു വാചകം എടുത്ത് കാണിച്ചത് റെക്കോർഡ് ചെയ്യല്ലേ, ഇപ്പോൾ പഴയ പോലെ അല്ലല്ലോ. ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു വാചകം ആക്കണമെന്ന് പറഞ്ഞ കൂടുതൽ. എൻ്റെ പ്രശ്നം പൊള്ളയായ അവകാശവാദങ്ങൾ, തെറ്റായ അവകാശവാദങ്ങൾ, പച്ചക്കള്ളങ്ങൾ, നുണയുടെ ചീട്ടുകൊട്ടാരം, അതാണ് ഞാൻ പൊളിച്ചത്, വേറെ ഒന്നുമില്ല. കേരളം വളരുന്നതെന്നാണ് അവകാശപ്പെടുന്നത്. വ്യവസായ മന്ത്രിയുടെ വാദങ്ങളോട് യോജിച്ചുകൊണ്ടാണ് കേരളത്തിന് അനുകൂല അന്തരീക്ഷം. ആരൊക്കെയാ പറഞ്ഞത്? വിപ്രോയും ഭാരത് ബയോടെക്നോളജി ഉൾപ്പെടെയുള്ള ബയോടെക്കിന്റെയും പ്രതിനിധി പറയുന്നത്, വിപ്രോ അന്താരാഷ്ട്ര കമ്പനിയുടെ മേധാവികൾ പറയുന്നത്. ഏത് കാലത്താണ് അവരെയൊക്കെ പറയാത്തത്? എത്ര ഞാൻ പറഞ്ഞില്ലേ, UDF ഗവൺമെന്റിന്റെ കാലത്തുണ്ടായ ഗ്രോത്ത്, IT കമ്പനികളിൽ ആയ ഗ്രോത്ത് ഞാൻ പറഞ്ഞില്ലേ, 37%, ഇപ്പം 8%. ഇപ്പം 8%. അന്ന് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ആക്ട് ഒന്നും പാസ്സായിട്ടില്ല, പക്ഷെ അന്ന് വർധനവ് 37%. ഇപ്പോഴത്തെ ഈ IT പാർക്കും ഇതെല്ലാം ഞങ്ങളല്ലേ തുടങ്ങിയത്, എല്ലാ IT പാർക്കും തുടങ്ങിയത് ഞങ്ങളല്ലേ. ഈ ഇത്ര നേരം പറഞ്ഞിട്ടൊന്നും മനസ്സിലാകുന്നില്ല, ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ഇത്ര ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് 2021 നിർത്തിയെന്നല്ലേ പറഞ്ഞത്. ഇത്ര നേരം പറഞ്ഞത് മനസ്സിലായില്ല, ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? അതേ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുക. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ അതിനൊക്കെയുള്ള മറുപടി പറഞ്ഞു കഴിഞ്ഞല്ലോ, പിന്നെ അത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കണത്. ഒരാൾ ഇനി അതിനെ സംബന്ധിച്ച് ഒരു ചോദ്യം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെയും ചോദിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഇരിക്കുന്നതുകൊണ്ടാണ്, എൻ്റെ മര്യാദ കൊണ്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്. അത് എന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക, സ്വയം ചോദിച്ചാൽ മതി. പറഞ്ഞല്ലോ, ഞാൻ ചോദിക്കണേ, ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഞാൻ മറുപടി പറഞ്ഞു കഴിഞ്ഞു. താങ്കൾക്ക് ആഗ്രഹിക്കുന്ന ഒരു ഉത്തരം എൻ്റെ കയ്യിൽ നിന്ന് കിട്ടാൻ വേണ്ടിയുള്ള ചോദ്യമോ അത് കിട്ടില്ല, മനസ്സിലായില്ലേ? എന്നിട്ട് ലീഡ് നിരത്തണ്ട. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ അത് തന്നെയാണ് പറയാൻ പോകണമെന്ന് എനിക്കറിയാം. കൈരളി, ദേശാഭിമാനി അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ കൈരളിയുടെ ദേശാഭിമാനിയുടെ ഒക്കെ പഴയ വാർത്ത ഞാൻ വിഴിഞ്ഞത്തെക്കുറിച്ചൊക്കെ ഓർപ്പിച്ചാണ്. വേറെ എന്തെങ്കിലും ഉണ്ടോ വിഷയം? അങ്ങനെ ഒരു വാർത്ത അറിഞ്ഞു, ശരിയാണെങ്കിൽ കേരളത്തിലെ ഒടിയ ക്രിമിനലുകൾക്ക് ഗവൺമെൻറ് പ്രോത്സാഹനം കൊടുക്കുക. അതിനെതിരെ ഞങ്ങൾ ശക്തമായി പറഞ്ഞു. 1.5 മാസമായിട്ടില്ല അവർ ജയിലിൽ പോയിട്ട്, അതിനുമുമ്പ് അവർക്ക് പരോൾ കൊടുക്കാണ്. ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികൾക്ക് 1071 ദിവസമൊക്കെയാണ് പരോൾ കൊടുത്തിരിക്കുന്നത്. 3 കൊല്ലക്കാലം അവർ പുറത്താണ്. ആലോചിച്ച് നോക്കി. ജയിലിൽ കിടക്കുമ്പോൾ VVIP ട്രീറ്റ്മെൻറ്റാണ്. ഭക്ഷണം, മദ്യം, ലഹരി മരുന്ന്, ഫോണ് ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും അവർക്ക് കൊടുക്കുകയാണ്, സർക്കാർ കൊടുക്കുക. പ്രതികളെ പേടിച്ചാണ് സർക്കാർ നടക്കുന്നത്. കാരണം ഗൂഢാലോചന കുറ്റത്തിൽ നേതാക്കന്മാരെ അകത്തു പോകുന്നുള്ള പേടിയാണ് CPM നേതാക്കൾക്ക്. അതിനാണ് ഈ പ്രതികളെ ചെയ്യുന്നത്. പിന്നെ ഇനി ഇതുപോലെ 2 ചെറുപ്പക്കാരെ ക്രൂരമായി കൊല ചെയ്ത പ്രതികളോടാണ് അവരെ അഭിവാദ്യം ചെയ്താണ് ജയിലിൻ്റെ മുമ്പിൽ നിന്ന് പാർട്ടി സ്വീകരിച്ചത്. അന്തർദേശീയ തീവ്രവാദി സംഘടനകളെക്കാൾ മോശമായ പാർട്ടിയായി CPM മാറുകയാണ്. 2 ചെറുപ്പക്കാരെ കൊല ചെയ്ത, 2 കുടുംബത്തെ അനാഥമാക്കിയ പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം കൊടുത്തപ്പോൾ അവരെ ജയിലിൻ്റെ മുന്നിൽ നിന്ന് ഇൻകുലാബ് വിളിച്ച് അഭിവാദ്യം ചെയ്യുന്ന അത്രയും വൃത്തികെട്ട ഒരു പാർട്ടിയായി കേരളത്തിലെ CPM മാറിയിരിക്കുക. മനസ്സിലായില്ലേ? സ്വകാര്യ സർവകലാശാല കൊണ്ടുവരാൻ വരുമ്പോൾ അത് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ച വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ വൈസ് ചെയർമാനെ മുഖത്തടിച്ച് നിലത്ത് വീഴ്ത്തിയതിനെ ന്യായീകരിക്കുന്ന വിദ്യാർത്ഥി നേതാവിനെ കൊടപിടിച്ചു കൊടുക്കുന്ന പാർട്ടിയാണിത്. സിദ്ധാർത്ഥൻ്റെ കൊലക്കേസിൽ പ്രതികളെ മുഴുവൻ സംരക്ഷിക്കാൻ പാർട്ടി കൂട്ടുനിന്നത് കൊണ്ടാണ് കോട്ടയത്ത് കേരളത്തെ ലജ്ജിപ്പിക്കുന്ന റാഗിങ് നടന്നത്. ഇതെല്ലാം മനസ്സിലാക്കിയാൽ മതി. എനിക്കറിയില്ല, ഞാൻ കേട്ടില്ല. പത്തനംതിട്ടയിലെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞത്, പത്തനംതിട്ടയിലെ SFIക്കാരനെ കൊല്ലാൻ ശ്രമിച്ച കാപ്പ കേസിലെ പ്രതിയെ സംസ്ഥാനത്തെ ആരോഗ്യമന്ത്രി മാലയിട്ട് സ്വീകരിച്ചു CPMലേക്ക്. എന്നിട്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച എവനെ പോലീസ് കാപ്പ കേസ് പ്രകാരം നാട് കടത്തി. അതുകൂടി അറിഞ്ഞോ പത്തനംതിട്ടയിൽ?